ഹെഡ്ജ്. കാര്യം സാമ്പത്തികമാണ്. ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും കൂടി ഇൻവോൾവ് ആയിട്ടാണ് നടന്നത്. സിനിമയെ മാത്രം ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല, ഒരു സിനിമയും ഓട്ടിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ശരിക്കും പ്രീസ്റ്റോണിൽ എനിക്ക് 2 സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ. മമ്മൂക്കിയെ മലയാളികൾ മമ്മൂട്ടി ചേട്ടനായി ഏറ്റെടുത്ത സിനിമയാണ് രേഖാചിത്രം. 2025 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രേഖാചിത്രത്തിൻ്റെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ ആണ്. പാലക്കാട്ടുകാരുടെ മുണ്ടൂരുകാരുടെ സ്വന്തം കുട്ടൻ. ജോഫിൻ, വെൽക്കം ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. താങ്ക് യു. ജോഫിൻ്റെ ഫസ്റ്റ് സിനിമ പ്രീസ്റ്റാണ് അല്ലേ? പ്രീസ്റ്റും രേഖാചിത്രവും. അപ്പം രണ്ടും ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ള പടങ്ങളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അത്? കുട്ടന് എന്താ ഫീൽ ചെയ്യുന്നത് അത് തമ്മിലുള്ളൊരു ഡിഫറൻസ്? ഇല്ല, അങ്ങനെ ഞാൻ ജോണർ നോക്കിയിട്ടല്ല അത് ഇതാക്കിയത്. ആദ്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത എന്ന് പറയുന്നത് രേഖാചിത്രമായിരുന്നു. അതൊരു 2018 അതിൻ്റെ ഒരു കഥ വന്ന സമയത്ത്, അപ്പോൾ രേഖാചിത്രം കണ്ട എല്ലാവർക്കും അറിയാം, അത് കുറേ ആൾക്കാരുടെ NOC ഒക്കെ ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആദ്യ സിനിമയായിട്ട് അത് പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നടത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് 2ാം സിനിമയെ മാറ്റി വെച്ച് വേറൊരു കഥ, നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു കഥയായിരുന്നു പ്രീസ്റ്റ്. അപ്പോൾ പ്രീസ്റ്റിൻ്റെ കഥ എൻ്റെ ആയിരുന്നു. പിന്നീട് അത് എൻ്റെ 2 സുഹൃത്തുക്കളെ കൊണ്ട് എഴുതിച്ച് പ്രീസ്റ്റ് ആദ്യ സിനിമയായിട്ട് ചെയ്യായിരുന്നു. അതിനുശേഷം നേരത്തെ പ്ലാൻ ചെയ്ത പ്രീസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്ന സമയത്ത്, ഈ കോവിഡ് സമയത്ത് ഇറങ്ങിയ സിനിമയായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്ന സമയത്ത് അടുത്ത സിനിമയായിട്ട് രേഖാചിത്രം ഞാൻ പ്ലാൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് കുറെ കൂടെ ഗ്യാപ്പ് വന്നിരുന്നു. പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നാമത് ഈ രേഖാചിത്രത്തിൻ്റെ കേസിൽ കുറച്ചധികം ആൾക്കാരുടെ NOC വേണം. അതിൻ്റെ ഇടയ്ക്ക് ജോൺ പോൾ സാറിൻ്റെ ഒരു മരണം ഉണ്ടായി. അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ ആ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. പിന്നെ ആസിക്കടുത്ത് കഥ പറഞ്ഞ ശേഷം പിന്നെ ആസിക്കയുടെ ലൈനപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വെയിറ്റിംഗ്, എല്ലാ സിനിമക്കാർക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1.5 വർഷം ഇടയ്ക്ക് ആസിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലം തുടങ്ങിയൊരു 3-4 മാസം അങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ് ഈ പറയുന്ന ഒരു 1.5 വർഷത്തെ ഗ്യാപ്പ്. ബാക്കി 2.5 വർഷം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സംബന്ധമായിട്ടുള്ള എന്തായാലും വർത്ത് ദ വെയിറ്റ് ആയിരുന്നു പടം. അപ്പോൾ കണ്ടവരെല്ലാവരും ഒരേപോലെ പറഞ്ഞു, കാണാൻ ഫീൽ ഗുഡ് ത്രില്ലർ എന്ന് ആദ്യമായിട്ടാണ് ആൾക്കാർ പറയുന്നത്, അങ്ങനെ ഒരു കമൻറ്റ്. അപ്പം വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അമ്മ, 3 ചേച്ചിമാരുണ്ട്, വൈഫ്, കൊച്ച്. ആഴ്ച കഴിഞ്ഞ വർഷമാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലത്തെ മോനല്ലേ? അതെ, ഏറ്റവും 4ാമത്തെ ആളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിൽ ഭയങ്കര പാമ്പർ ചെയ്ത? അതായത് ഇപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിയും ഞാനും തമ്മിൽ ഏകദേശം 10-16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ ഒരു ചെറിയൊരു 1ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുന്ന സമയത്ത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. 2ാം ചേച്ചി കുറച്ച് ഈ പറഞ്ഞ PhD പരിപാടിയൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. ചേച്ചി എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ചേച്ചി ബോർഡിങ്ങിലൊക്കെ നിന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3ാം ചേച്ചി ഞാനുമായിരുന്നു കൂടുതൽ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അവളും ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ വീട്ടിൽ ഞാനും ആച്ചി അമ്മയും മാത്രമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഈ പറയുന്ന പാമ്പറിങ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പാരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആണല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളൊരു ഫീൽഡിലേക്ക് എത്തിയത്? അങ്ങനെ സിനിമയിലേക്ക് ഈ പറയുന്ന എൻ്റെ മൂത്ത ചേച്ചിയുടെ ജോബ് ചേച്ചി എന്ന് പറയും, ജോബ് ചേച്ചിയുടെ വീട്ടിൽ, അതായത് ജോബ് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉത്തമൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അത് 2000 സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ എന്താണ് പഠിക്കുന്ന സമയം. ആ സമയത്താണ് ഉത്തമൻ എന്ന് പറയുന്ന സിനിമ ആ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ മറ്റേ പാലാഴിത്തീരം കണ്ടു ഞാൻ ഇതൊക്കെ ഉള്ളത് ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണെന്ന് തോന്നുന്നു ഈ പറയുന്ന സിനിമയോടുള്ളൊരു താല്പര്യം വരുന്നത്. അതിനുശേഷം ഞാനൊരു സ്കൂൾ സമയത്ത് തൊട്ട് തന്നെ എല്ലാ സിനിമയും തിയേറ്ററിൽ നിന്ന് കാണുക എന്ന് പറയുന്ന ശീലം ഉണ്ടായിരുന്ന ഒരാളാണ്. അത് അങ്ങനെ സിനിമയോട് ഭയങ്കരമായിട്ട് താല്പര്യം വരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാനൊരു മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ കുറച്ച് സിനിമാക്കാരേ ഉള്ളൂ. ഇപ്പോൾ ഷാജി ചേട്ടനുണ്ട്, ആക്ടർ, പിന്നെ M. പത്മകുമാർ എന്ന സംവിധായകനുണ്ട്. അങ്ങനെ 1-2 ആൾക്കാർ, പിന്നെ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സിനിമാക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ ഇവരെ ആരും അങ്ങനെ പേഴ്സണലി പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പം വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ടീച്ചേഴ്സായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് സിനിമയിലേക്ക് ഇങ്ങനെ പോകാനും ഒരു സംവിധായകനായിട്ട് വർക്ക് ചെയ്ത്
അത്രയും സ്ട്രഗിളിങ് സ്റ്റേജൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, വീട്ടിൽ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇനി സിനിമയിലേക്ക് എങ്ങനെ എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് 2011-12 സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ ആക്റ്റീവായി വരുന്ന സമയത്ത് മുയൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി അത്യാവശ്യം നല്ല രീതിയിൽ ആ സമയത്ത് റീച്ച് ആവുകയും മലയാളത്തിൽ ആദ്യത്തെ 1-2 ഈ പറയുന്ന മിക്ക സിനിമകളിലും നമ്മൾ എഴുതി കാണും മുയൽ മീഡിയ. അത് പിന്നീട് എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. എനിക്കൊരു കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം സ്റ്റാഫുകളുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അത് വന്നതുകൊണ്ട് ഈ പറയുന്ന സിനിമയുടേതായിട്ടുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നു, എനിക്കിവിടെ സുഖമായി നിൽക്കാൻ പറ്റുന്നു, എനിക്ക് സിനിമയിൽ തന്നെ വരുമാനം കിട്ടുന്നു എന്ന് പറയുന്നൊരു സമയത്ത് സിനിമയിൽ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ വീട്ടിലും അത് ഓക്കെ ആയിരുന്നു, എനിക്കത് ഒരു വരുമാനമുണ്ട്, ഞാൻ കൊച്ചിയിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലും സിനിമയോട് അങ്ങനെ എതിർപ്പൊന്നും വന്നില്ല. അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും വീട്ടിൽ ആക്ച്വലി ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ഓക്കെ, കുഴപ്പമില്ല, നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിൻ്റെ ആ ഡ്രീം ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന ആരാണ്? ഇപ്പോൾ ആച്ച അമ്മയാണെങ്കിലും അങ്ങനെ ആച്ച ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ആളായിരുന്നു, അധ്യാപകനായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിലൊരു കർഷകനായിരുന്നു, സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സോഷ്യലി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടും ഞാനും ഈ പറയുന്ന മേഖലകളിൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആച്ച എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. ഈ പറയുന്ന ആൾക്കാരോട്ട് സോഷ്യലൈസ് ചെയ്യാനും ഈ പറയുന്ന പൊളിറ്റിക്കലാണെങ്കിലും ഈ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആച്ച കുറച്ചും കൂടി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ അതിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആച്ചയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം തൊട്ട് അങ്ങനെ എനിക്കൊന്നും ഞാൻ സ്കൂൾ ചെറിയ 5-ാം ക്ലാസ് തൊട്ടിട്ട് സ്കൂൾ പൊളിറ്റിക്സിലൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. അതിനൊക്കെ ആച്ച സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. മറ്റ് പാരൻസൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് നിൽക്കരുത് അങ്ങനെ പറയുന്ന സമയത്ത് എങ്ങനെ ചെയ്താൽ സ്കൂളിൽ ഇലക്ഷൻ ജയിക്കാം എന്ന് പറഞ്ഞു തരുന്ന ആളായിരുന്നു ആച്ച. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ആച്ച റിട്ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം എൻ്റെ ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാതിരിക്കുക എന്ന് പറയുന്ന കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയാണെങ്കിലും അമ്മയ്ക്ക് ഇതിനോടങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ആച്ചയും അമ്മയും രണ്ടുപേരും സിനിമ കാണുന്ന ആൾക്കാരൊന്നുമല്ല. എനിക്കൊന്ന് ലാസ്റ്റ് 70s-ലോ 80s-ലോ ഒക്കെ സിനിമ കണ്ട ആൾക്കാർ പിന്നീട് അടുത്ത് കാണുന്ന സിനിമ പ്രീസ്റ്റാണ്, തിയേറ്ററിൽ പോയിട്ട്. വീട്ടിലാണെങ്കിലും TV-യിൽ അങ്ങനെ കണ്ടിന്യൂസ് സിനിമ കാണുന്ന ഈ പറയുന്ന ഏഷ്യാനെറ്റിലൊക്കെ വരുന്ന സിനിമകൾ ശനി ഞായറൊക്കെ കാണുന്നതല്ലാതെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണില്ല, ഒരു സിനിമ മുഴുവൻ കാണില്ല. അങ്ങനത്തെ ആൾക്കാർ ഒരു വർഷങ്ങൾക്ക് ശേഷം കണ്ട സിനിമ പ്രീസ്റ്റാണ്. പക്ഷേ വീട്ടുകാർക്ക് അവർക്ക് പറയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞാനിവിടെ ഒരു വേറൊരു ജോലി ചെയ്യുന്നു, എനിക്കവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആരും എതിർത്തിട്ടില്ല, സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. ഇപ്പോൾ അച്ഛന് കൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടൻ അതിൽ വല്ലതും ഹെൽപ്പ് ചെയ്യുമായിരുന്നോ കൃഷിയിലൊക്കെ? അതായത് എന്തായിരുന്നു മെയിൻലി ചെയ്യാറുള്ള? റബ്ബറാണ്. ഇപ്പോൾ ആച്ചയ്ക്ക് കോട്ടയത്ത് നിന്ന് പാലക്കാട്ടേക്ക് കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് 70s-ലൊക്കെ വരുന്നത് തന്നെ ആച്ചയ്ക്ക് സ്കൂളിൽ ജോലി കിട്ടിയ സമയത്ത് ഈ പറയുന്ന റബ്ബറിന് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ടാണ് പാലക്കാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം സെലക്ട് ചെയ്യുന്നത്. റബ്ബർ പിടിക്കുന്ന അതിനടുത്തൊരു സ്കൂൾ എന്നൊക്കെയുള്ള അത്തരം സെലക്ഷനിലൂടെയാണ് ആച്ചയൊക്കെ കോട്ടയത്ത് നിന്ന് 72-ൽ അയാളുടെ കോട്ടയത്ത് നിന്ന് ഇവിടെ വരുന്നത്. അപ്പം അന്ന് ഈ പറയുന്ന പാലക്കാട് മുണ്ടൂരൊക്കെ അത്യാവശ്യം വില കുറഞ്ഞ സ്ഥലങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ അധ്യാപനത്തിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള അധ്വാനിച്ച് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഈ സ്ഥലത്ത് പോവുകയും പരിപാടി ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും അങ്ങനെയാണ് ചെറുപ്പം തൊട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ആച്ച വണ്ടി ഓടിക്കില്ലായിരുന്നു, ആച്ചയ്ക്ക് ഡ്രൈവിങ് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ ആക്റ്റീവ് പോലുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനും ആച്ചയും കൂടെയായിരുന്നു എപ്പോഴും തോട്ടത്തിലൊക്കെ പോകുന്നത്. കൃഷിയിലിപ്പം ഹെൽപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ വല്ല പൈസയൊക്കെ തരുമായിരുന്നു? എനിക്കങ്ങനെ പൈസ തരില്ല, പക്ഷേ എവിടേക്ക് പോവുകയാണെങ്കിലും അച്ഛൻ അങ്ങനെ പൈസ തരുമായിരുന്നു. അതിന് വീട്ടിലങ്ങനെ പൈസയ്ക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലും വളരെ അങ്ങനെ വാശി പിടിക്കേണ്ട അവസ്ഥയൊന്നും അങ്ങനെ ഉണ്ടായില്ല. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും ആച്ചയെ കൊണ്ടും അമ്മയെ കൊണ്ടും സാധിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്കങ്ങനെ വലിയ വാശിയൊന്നും ഇല്ലാതെ തന്നെ ഫിനാൻഷ്യലി അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ കുറച്ച് അവർ പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യണം എന്നുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ്. കാരണം എല്ലാം നമുക്ക് കൂടുതൽ തന്നിരുന്നത് കൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു പിടുത്തം
പറഞ്ഞിരുന്നു? അതായത് ഇതിലിപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആച്ചയ്ക്ക് 44ാമത്തെ വയസ്സിലെന്താണ്, 45ാമത്തെ ആച്ചയുടെ 45ാമത്തെ വയസ്സിലാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രായത്തിൽ തന്നെ ആച്ചയ്ക്ക് കുറച്ച് ഏജ്ഡായി. അപ്പോൾ ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനും കൂടി ഇൻവോൾവ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഞാൻ വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞാനായിരുന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ അന്ന് തൊട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് എനിക്ക് അങ്ങനെയുള്ള ഫ്രീഡം തന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ചെറുപ്പം തൊട്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്ന എൻ്റെ വീട്ടിലെ സാമ്പത്തിക വരുമാനത്തെ പറ്റി എനിക്കറിയാം. ഈ പറയുന്ന വലിയൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ പറ്റും, എനിക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ആഗ്രഹിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ചെറുപ്പം തൊട്ട് അറിയായിരുന്നു. ആച്ചയുടെയും അമ്മയുടെയും ശമ്പളം എത്രയാണെന്ന് എനിക്കറിയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും രീതികളും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. കുട്ടനെ മാത്രമല്ല സിസ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. അതെ, എല്ലാവരും. പിന്നെ ഞാനൊരു പ്രായത്തുന്ന സമയത്തേക്കും എൻ്റെ മൂത്ത ചേച്ചി സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി 18ാമത്തെ വയസ്സിൽ സ്കൂളിലെ ടീച്ചറായി കയറി. അപ്പോൾ ചേച്ചിക്ക് 16ാമത്തെ വയസ്സിൽ ചേച്ചി 16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ 2 3 വയസ്സിൽ തന്നെ ചേച്ചി ടീച്ചറാണ്. ചേച്ചി സമ്പാദിക്കുന്ന ആളാണ്. 2ാം ചേച്ചി നേരത്തെ തന്നെ ഇതായി കയറി. 3ാം ചേച്ചി ഞാനും മാത്രമാണ് വീട്ടിൽ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതങ്ങനെ അറിയായിരുന്നു. വീട്ടിൽ ആരാ ബെറ്റർ, ഏറ്റവും നന്നായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യുന്ന? അമ്മയാണോ അച്ഛനാണോ ചേച്ചിമാരാരെങ്കിലും ആണോ? അച്ഛൻ തന്നെയായിരുന്നു വീട്ടിലെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. അച്ഛൻ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മരിക്കുന്നത്. അതുവരെ തലേദിവസം വരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ ഹാൻഡിൽ ചെയ്തു. എന്തെങ്കിലും എന്താ പറയുക, ഫസ്റ്റ് ഒരു ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഏർണിങ്സ് എന്താണ് കിട്ടിയത്, അതെന്ത് ചെയ്തു? എനിക്ക് തോന്നുന്നു ഞാൻ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പൈസ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഈ മൊബൈൽ മീഡിയയുടെ ഇത് വന്നിട്ടാണ്. അത് ഞാൻ 2012 എനിക്ക് തോന്നുന്നു, കറക്റ്റ് ഡേറ്റ് സമയം ഓർമ്മയില്ല. ഒരു ആദ്യമായിട്ട് ഞാൻ പ്രൊമോഷൻ പങ്കെടുത്ത സിനിമ ഈ പറഞ്ഞ അനീഷ് എൻബർ എന്ന് പറയുന്ന സംവിധായകൻ്റെ മുല്ലമുട്ടും മുന്തിരിച്ചാറും എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് എടുക്കുന്നത്. അതിനെനിക്ക് അന്ന് അഡ്വാൻസായി കിട്ടിയത് എനിക്ക് 10,000 റുപ്പീസോ അങ്ങനെ എന്തോ ആയിരുന്നു. അതാണ് ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊരു പൈസ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തു എന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഓർമ്മയില്ല. സിനിമ കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു കാറിനോടാണ് കൂടുതൽ താല്പര്യം, അങ്ങനെയാണോ? അതോ സിനിമ കഴിഞ്ഞ? അല്ല, അതുകൊണ്ടല്ല. ഫസ്റ്റ് ഇപ്പം അടുത്ത് ഒരു കാറ് വാങ്ങി എന്നൊക്കെ വായിച്ചിരുന്നു മനോരമയിൽ, ഞാൻ ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്ന കാറ് സ്കോർപിയോ ആണ്. അല്ലല്ല, അതങ്ങനെയല്ല. അത് പറഞ്ഞു വന്നപ്പോൾ അതങ്ങനെ ഹെഡിങ് അങ്ങനെ ആയെന്നുള്ളത്. ആദ്യം ഇഷ്ടപ്പെടുന്ന കാര്യം സ്കോർപിയോ. ഈ പറയുന്ന ഒരു 2000, അത് മഹീന്ദ്ര എടുത്തുകൊണ്ട് എന്തുകൊണ്ട് മഹീന്ദ്ര നേരത്തെ ഇഷ്ടമാണെന്ന് ചോദിച്ച സമയത്ത് മഹീന്ദ്രയിലെ സ്കോർപിയോ എന്ന് പറഞ്ഞ വണ്ടി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഹെഡിങ് അങ്ങനെ വന്നതാണ്. എനിക്കൊന്ന് 2006-2007 സമയത്തൊക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്നൊരു വണ്ടിയായിരുന്നു സ്കോർപിയോ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വീട്ടിൽ അതെടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് ഒരു വണ്ടി എടുക്കുക എന്ന് പറയുന്ന തീരുമാനം വന്ന സമയത്ത് 1-2 വണ്ടികൾ അന്ന് എനിക്കൊന്ന് കോളിസ്, സ്കോർപിയോ എന്ന് പറഞ്ഞാൽ കുറേ വണ്ടികളാണ് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് അത് എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ അന്ന് എൻ്റെ ഫസ്റ്റ് വീട്ടിലെടുക്കുന്ന കാർ ഗെറ്റ്സ് എന്ന് പറയുന്ന. ഒന്നാമത് ഞാൻ EV-ലേക്കൊന്നും പെട്ടെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വണ്ടി കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ നേരെ മഹീന്ദ്ര ഷോറൂമിൽ കയറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രേഖാചിത്രം കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ബാച്ചിൽ തന്നെ, വണ്ടി ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല, ആദ്യത്തെ ബാച്ചിൽ തന്നെ വണ്ടി തരാം എന്ന് പറഞ്ഞ് അവർ പ്രലോഭിപ്പിച്ചപ്പോൾ അങ്ങനെ എടുത്തു പോയതാണ്. അപ്പോൾ ഇപ്പം നോർമലി നമ്മളൊരു കാറ് വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് പൈസ സ്വരുക്കൂട്ടി വെച്ചിരുന്നോ? അപ്പോൾ അത് ഒരു പെട്ടെന്നൊരു പ്ലാനിൽ അങ്ങനെ പെട്ടെന്ന് ഞാനത് ഒരു കൊച്ചിയിൽ നിന്ന് പാലക്കാട് പോകുന്ന ട്രിപ്പിൽ പെട്ടെന്ന് വണ്ടി കണ്ട സമയത്ത് എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആൻസിയുടെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എനിക്ക് വണ്ടി മാറ്റേണ്ട ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലമായി വണ്ടി മാറ്റിയിട്ട്. സാധാരണ നമുക്ക് പേയ്മെൻറ്റ്സ് നോർമലി ഇപ്പോൾ ഈ ഒരു ഫീൽഡിലാവുമ്പോൾ റെഗുലർ ഇൻകം അല്ലല്ലോ, കൂടുതൽ നമുക്ക് ലംസമായിട്ട് ഒറ്റയടിക്ക് കിട്ടും. അപ്പോൾ ആ ടൈമിൽ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഒറ്റയടിക്ക് നമുക്ക് കുറച്ച് ഫണ്ട് വരുന്നു, അപ്പോൾ അത് നോർമലി എന്ത് ചെയ്യും? അത് എങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ? ഒന്നാമത് ഞാൻ സിനിമ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇൻകം കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സിനിമയ്ക്ക് ഈ പൈസ കിട്ടാൻ വേണ്ടി സിനിമ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ എനിക്കൊരു കമ്പനി ഉണ്ട്, അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇതായി പോകുന്നതുകൊണ്ട് സിനിമയെ മാത്രം ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല.
പ്രീസ്റ്റ് കഴിഞ്ഞ സമയത്ത് അറിയാം, പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര വലിയ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷം ജീവിക്കാൻ മാത്രമുള്ള എമൗണ്ട് ഒന്നും പ്രീസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ അതെന്നെ ബാധിക്കാത്തത് എനിക്ക് മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള ഇൻകം വരുന്നത് കൊണ്ടും എൻ്റെ ചിലവുകൾ വളരെ കുറവുള്ളത് കൊണ്ടും എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ 4 വർഷം വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അടുത്ത് രേഖാചിത്രം വന്ന സമയത്താണ് രണ്ടാം സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്തൊരു ഓൾറെഡി ഒരു റെമ്യൂണറേഷൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിനിമ നല്ല രീതിയിൽ വന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വേറൊരു ഇതും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇനിയിപ്പോൾ കാർ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. നോർമലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ് താല്പര്യം കൂടുതലും ചെയ്യാനായിട്ട്? ഞാൻ ആകെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടു എന്ന് പറയുന്നതാണ് ആകെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കമ്പനിയുടെ ഭാഗമായിട്ട് കുറച്ച് കാലം അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവൻ എടുത്തിട്ട് ഞാനൊരു സ്ഥലം വാങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ആകെയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോള് മഴ അല്ലേ, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കും എപ്പോഴും. മോളായതിനു ശേഷം എന്തെങ്കിലും ലൈക്ക് കുറെ കൂടെ ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെയുള്ള ഒരു തിങ്കിങ് ഒക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ യു ആൻഡ് വൈഫിനാണെങ്കിൽ? രണ്ടുപേരും അങ്ങനെ ഇതുവരെ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. പറയുന്ന അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വൈഫ് വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്, മാക്സ് ലൈഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളിങ്ങനെ ഓരോന്നിങ്ങനെ പറയാറുണ്ട് ഓരോന്നിനും ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ആൻസി എന്തോ ചെറുതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് തോന്നുന്നു. ഞാനതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടില്ല, എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ടില്ല. നമുക്ക് നോർമലി ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഈ ഫിലിം ക്രോസ്ഡ് 55 crore, ഫിലിം ക്രോസ്ഡ് 100 crore അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നോർമൽ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതെന്താണ് ആക്ച്വലി ഇതിൻ്റെ പുറകിലുള്ള ഡൈനാമിക്സ്? നമുക്ക് ഇപ്പോൾ പ്രൊഡ്യൂസറിന് എത്രയാണ് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു 100 crore എന്ന് പറയുന്ന ഫിഗർ ആക്ച്വലി എന്താണ്? അതായത് ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ 100 കോടി രൂപ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി രൂപ പ്രൊഡ്യൂസർ കിട്ടില്ല. അത് എല്ലാ ദിവസവും ഇപ്പോൾ വന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് അതിൻ്റെ ഒരു ടാക്സ് ഉണ്ട്, ഗവൺമെൻറ് പോകുന്നൊരു ടാക്സ് ഉണ്ട്. അത് ഈ പറയുന്ന 100 കോടിയിൽ നിന്ന് ഗവൺമെൻറ് പോകുന്ന ടാക്സ് ഉണ്ട്. എക്സാക്ട് ടാക്സ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ തിയേറ്ററുകാർക്കൊരു ഷെയർ വരുന്നുണ്ട്. അതിന് ശേഷം വരുന്നതാണ് എമൗണ്ടാണ് ഇത് കിട്ടുന്നത്. പിന്നെ 100 രൂപയാണ് നമുക്കൊരു ആവറേജ് കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ 100 രൂപയാണെങ്കിൽ എൻ്റെ അറിവ് പ്രകാരം ആദ്യത്തെ ആഴ്ചയിൽ 60% 50% പ്രൊഡ്യൂസർ കിട്ടും. എനിക്ക് എക്സാക്റ്റ് അതിൻ്റെ പേഴ്സൻറ്റേജ് അറിയില്ല. അപ്പോൾ 100 രൂപയാണ് കിട്ടുന്നത് വെച്ചാൽ ഏകദേശം 50 രൂപ എടുത്ത് ഫസ്റ്റ് വീക്ക് കിട്ടും. അത് ഓരോ ആഴ്ച കഴിയുന്നതോറും ആ തിയേറ്ററുകാരുടെ ഷെയറും പ്രൊഡ്യൂസറിൻ്റെ ഷെയറും മാറും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് പേഴ്സൻറ്റേജ് കണക്ക് എനിക്കറിയില്ല. അപ്പോൾ 100 കോടി രൂപ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് വരുന്ന സമയത്ത് ഒരു 35-37 കോടി രൂപയൊക്കെ ആയിരിക്കും. 100 കോടി വരുന്ന സമയത്ത് 100 കോടി രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഷെയർ ആയിട്ട് വരുന്നത് ഏകദേശം 37 കോടി രൂപയൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നോർമലി നമുക്ക് ഈ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഡയറക്ടേഴ്സ് അവർ ഓൾറെഡി ഫിക്സ് ചെയ്യുവാണോ, അപ്പോൾ അതോ അങ്ങനെ ഫ്ലെക്സിബിൾ ആണോ? അത് പ്രീവിയസ് സിനിമയുടെ വിജയത്തെയോ പരാജയത്തെയോ ഒക്കെ ആശ്രയിച്ചാണ് അടുത്ത സിനിമയുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ പ്രൊഡ്യൂസറും ഓരോ ഡയറക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെൻ്റാണ്. അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലരിപ്പോൾ ഷെയർ വാങ്ങുന്ന ആൾക്കാരുണ്ട്, ആദ്യത്തെ ശമ്പളം കുറച്ചിട്ട് ഷെയർ കൂട്ടി വാങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ശമ്പളം മാത്രം ഒറ്റയടിക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ പ്രൊഡ്യൂസറും സംവിധായകനും തമ്മിലുള്ള ടൈംസ്. ഒരു നിശ്ചിത തുക എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. രേഖാചിത്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് കാൽക്കുലേഷൻ എന്തായിരുന്നു? ആ ബഡ്ജറ്റ് കാൽക്കുലേഷനിൽ നിന്നിരുന്നോ? പിന്നെ ഒരു ഇനീഷ്യൽ ഫിനാൻസിങ് അതിൻ്റെ എങ്ങനെയാണ് ചെയ്തത്? ആൻഡ്രോ ചേട്ടനായിരുന്നു ഈ സിനിമ മൊത്തം ആദ്യം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് വേണു സാർ അതിലേക്ക് വരുന്നത്. അപ്പം ഈ പറയുന്ന ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് നമ്മൾ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം തലവൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് പോലും തലവൻ തൊട്ടാണ് ആസിഫയുടെ ഒരു കരിയറിന് വേറൊരു ലെവലിലേക്ക് പോകും. തലവൻ കിഷ്കിന്താണ്ടം രേഖാചിത്രം വരുന്ന സമയത്താണ് അദ്ദേഹം ഇപ്പോൾ മലയാളത്തിലൊരു വൺ ഓഫ് ദ ടോപ്പ് ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ അതിന് മുമ്പ് ഈ രേഖാചിത്രം നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് രേഖാചിത്രം തലവൻ റിലീസാവുന്ന രേഖാചിത്രത്തിൻ്റെ ഷൂട്ട് 20-ാമത്തെ ദിവസമാണ് തലവൻ ഇറങ്ങുന്നത്. അതിന് മുമ്പ് എന്ന് പറയുന്ന ആസിഫയുടെ ഒരു മോശം അവസ്ഥയിലാണ് ഈ പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ സമയത്ത് അന്നത്തെ ആസിഫ് അലിയെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഈ രേഖാചിത്രം ഒരു വലിയ സിനിമയായിരുന്നു. 90 ലൊക്കേഷനും 115 ആർട്ടിസ്റ്റൊക്കെ വരുന്ന. അപ്പോൾ ഉറപ്പായിട്ടും നായക നടൻ്റെ വെച്ചിട്ടാണ് നമ്മൾ
ഈ പറയുന്ന ബഡ്ജറ്റ് ഇടുക. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഇപ്പോൾ നോർമലി അന്ന് ആസിക്കയുടെ സിനിമകൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ ബഡ്ജറ്റിലാണ് സിനിമ അന്ന് ബഡ്ജറ്റ് ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു ഓവർ ബഡ്ജറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യം നമ്മൾ പറഞ്ഞ ദിവസത്തെ തന്നെ ഏകദേശം പറഞ്ഞ ബഡ്ജറ്റിൽ കുറച്ച് കുറവിലാണ്, പറഞ്ഞ ബഡ്ജറ്റിന് മുകളിലേക്ക് സിനിമ പോയിട്ടില്ല. നേരത്തെ നമ്മൾ കമ്മിറ്റി ബഡ്ജറ്റിനേക്കാളും കുറഞ്ഞിട്ടാണ് സിനിമ. അത് വേണു സാറിന് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയായിരുന്നു രേഖാചന്ദ്രൻ തന്നത്. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫുൾ ടീം ഒപ്പം നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ സിനിമ വർക്ക് ചെയ്യുന്നവർക്ക് 6:30-ക്കൊക്കെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് രാത്രി 9 വരെയാണ് നമ്മുടെ ഒരു സാധാരണ ബാറ്റ എന്ന് പറയുന്നത്. അതിനുശേഷം ചില ദിവസങ്ങളിൽ 2:30 വരെ വെക്കും. അപ്പോൾ കുറേ ദിവസങ്ങൾ 2:30 വരെ, രാത്രി 2:30 വരെ ഷൂട്ട് പോയിട്ടും പിറ്റേ ദിവസം 7 മണിക്ക് ഷൂട്ട് ചെയ്യാൻ ഈ പറയുന്ന എൻ്റെ ഫുൾ ടീം റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ ക്യാമറമാൻ ഉൾപ്പെടെ ലൊക്കേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളാണ് ക്യാമറമാൻ എന്ന് പറയുന്നത്. ക്യാമറമാൻ്റെ അവൈലബിലിറ്റിയും അയാളുടെ മൂഡും അയാളുടെ ഒരു എഫേർട്ടും ഒക്കെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സമയത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ ക്യാമറമാൻ ഉൾപ്പെടെ അതിൻ്റെ അസോസിയേറ്റ് ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ ഫുൾ ടീം 100-150 പേരടങ്ങുന്ന ഫുൾ ടീം എല്ലാ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ ആ ഒരു ഇതിൽ തീരുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഈ പറയുന്ന എല്ലാ ടെക്നീഷ്യന്മാരും അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ആ സിനിമ ഈ പറയുന്ന ഒരു ദിവസത്തിൽ തീരുന്നത്. അതിപ്പോൾ ഈ പറയുന്ന നമുക്കതിന് കുറേ ഭാഗ്യം കൂടി വേണം. ചില സമയത്ത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസത്തെ ഷൂട്ട് മൊത്തം, ഒരു ദിവസത്തെ ഷൂട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 6-7 ലക്ഷം രൂപയുടെ വ്യത്യാസം ഒരു ദിവസം ഷൂട്ടിൽ വരും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഇപ്പോൾ ഫിലിം ഇൻഷുറൻസ് പോലെ അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിലേ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് ഇതുണ്ട്. ഇപ്പോൾ പറഞ്ഞ ക്യാമറ ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സിന് ഇൻഷുറൻസ് ഉണ്ട്. മറ്റ് ഇതിന് അതിനെപ്പറ്റി ഇൻഷുറൻസ് ഇല്ല എന്നുള്ള അതിൻ്റെ അറിവ്. നമുക്ക് നോർമലി മാർക്കറ്റിംഗ് ബഡ്ജറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്? അതും ഓരോ സിനിമയ്ക്കും ഓരോ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഫീൽഡും കൂടിയാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യകാലത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊമോഷൻ ബഡ്ജറ്റിൻ്റെ ഒരു 60-70% ഓഫ്ലൈൻ പ്രൊമോഷനായിരുന്നു. ഈ പറയുന്ന ഹോർഡിങ്സ് ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ്, പത്രത്തിന് ഭയങ്കര എമൗണ്ടാണ്. ഈ ഒരു ദിവസം ഒരു ചെറിയ കോളത്തിൽ വരാൻ തന്നെ 2-3 ലക്ഷം രൂപ പെർ പത്രത്തിന് വരും. അതപ്പം ഒരു 3-4-5 പത്രത്തിൽ കൊടുക്കുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് അതിന് മാറുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രസൻ്റ്ലി സിനിമ ചെയ്യുന്ന സമയത്ത് മിക്ക സിനിമകൾക്കും പേപ്പർ ആഡ് ഇല്ല. ഇപ്പോൾ രേഖാചന്ദ്രന് പേപ്പർ ആഡ് ഉണ്ടായിരുന്നില്ല. അത് അത്രയും കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതും കൂടി ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് നമ്മളൊരു ബഡ്ജറ്റ് ഇടും. ഇപ്പോൾ ഒരു കോടി രൂപയാണെങ്കിൽ അതിൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് 70% ഓഫ്ലൈൻ പ്രൊമോഷനും 30% ഓൺലൈൻ പ്രൊമോഷനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 50-50 അല്ലെങ്കിൽ 60-40 ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ രേഖാചന്ദ്രനൊക്കെ ചെയ്തത് കൂടുതലും ഓൺലൈൻ പ്രൊമോഷന് വേണ്ടി തന്നെയായിരുന്നു അതിൻ്റെ ഫണ്ട് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് OTT റൈറ്റ്സ് എങ്ങനെയാണ്? രേഖാചിത്രത്തിനും പിന്നെ പൊതുവെ OTT റൈറ്റ്സ് നമ്മളൊരു ബഡ്ജറ്റിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ആ OTT റൈറ്റ്സ് നമ്മൾ കണക്കിലെടുക്കുമോ? അത് പ്രൊജക്റ്റ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അത് ഈ പറയുന്ന ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഈ OTTയുടെ ഭയങ്കരമായിട്ടുള്ള ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ 2 സിനിമയ്ക്കും ഈ OTTയുടെ ഗുണം കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രീസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഈ OTT അത്രത്തോളം ആക്റ്റീവ് ആയിരുന്നില്ല. OTTക്ക് ഇത്ര ബിസിനസ് വരുന്ന സമയമായിരുന്നില്ല. അപ്പോൾ ചെറിയ പൈസയ്ക്കാണ് OTT ഒന്ന് പ്രീസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രേഖാചിത്രം ഞാൻ എടുക്കുന്ന സമയത്തേക്ക് അത് കഴിഞ്ഞ് പ്രീസ്റ്റ് കഴിഞ്ഞ ഒരു കാലത്ത് എല്ലാ സിനിമയും ഭയങ്കര വിലയ്ക്ക് OTT പോകുന്നു എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സിനിമ ശരിക്കും പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ആലോചനയൊക്കെ വരുന്ന സമയത്ത് OTT ബിസിനസ് ഭയങ്കര നടക്കുന്ന സമയത്താണ്. പക്ഷേ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഷൂട്ടൊക്കെ തുടങ്ങാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും ഒരു സിനിമയും OTT എടുക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് പ്രസൻ്റ്ലി നിൽക്കുന്നത്. ഒരു സിനിമയും അങ്ങനെ OTT കച്ചവടമാവുന്നില്ല, എൻ്റെ അറിവിൽ ഇല്ല. രേഖാചിത്രം ഇപ്പോൾ മിക്ക ആൾക്കാരും നമുക്ക് ബിഫോർ റിലീസ് തന്നെ നമ്മൾ സിനിമ കാണിക്കും. OTTയിൽ സിനിമ കാണാൻ വില്ലിംഗ് ആയിട്ട് വരുന്ന പ്ലാറ്റ്ഫോംസിന് നമ്മൾ സിനിമ കാണിക്കും. അത് കാണിച്ചു കഴിഞ്ഞ് ചില സിനിമകൾക്ക് അവരൊരു ബിഫോർ റിലീസിന് ചില സിനിമകൾക്ക് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അതിൻ്റെ എഗ്രിമെൻ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ റിലീസാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് ഇതൊക്കെ സൈൻ ചെയ്ത് സിനിമ ആഫ്റ്റർ റിലീസാണ് വിറ്റത് എന്നാണ് എൻ്റെ അറിവ്. ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോയിൽ എനിക്ക് തോന്നുന്നത് ഒരു സിനിമയ്ക്കും അങ്ങനെ ഒരു OTT റൈറ്റ്സ് കൺഫേം പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏത് സ്റ്റാർസിൻ്റെ ആണെങ്കിലും അവർ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നൊരു ബഡ്ജറ്റ് വളരെ കുറച്ചിട്ടാണെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അടുത്ത സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് OTT ബിസിനസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. അതിനൊരു ആഡ് ഓൺ ആയിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്
അപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പ്രീസ്റ്റും ഇപ്പോൾ രേഖാചിത്രം 2 പടങ്ങളിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ലെസൺ ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോ, അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായി അത് ഫോളോ ചെയ്യണം എന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇൻഫറൻസ് ഉണ്ടായിട്ടുണ്ടോ? പ്രീസ്റ്റിൻ്റെ കേസിൽ ആദ്യ സിനിമയായതുകൊണ്ട് തന്നെ തുടക്കമൊക്കെ കുറച്ച് എൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് ദിവസങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പ്രീസ്റ്റ് വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൊറോണയാണ്. കൊറോണയ്ക്ക് ശേഷം ഏകദേശം ഒരു ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു 8 മാസം കഴിഞ്ഞാണ് അടുത്ത സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഇതിൽ ഒരു 100-150 ആൾക്കാരെയൊക്കെ വെച്ച് വലിയ സെറ്റപ്പിൽ ഷൂട്ട് ചെയ്ത സിനിമയ്ക്ക് പക്ഷേ അടുത്ത ഷെഡ്യൂൾ വരുന്ന സമയത്ത് ഈ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ വന്ന് 50 പേരെ വെച്ച് ഷൂട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പ്രീസ്റ്റ് കൊണ്ട് എനിക്ക് 2 സിനിമ ചെയ്ത എക്സ്പീരിയൻസാണ് ശരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ സെറ്റപ്പിൽ ഒരു സിനിമ ചെയ്യുന്നു, ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു സിനിമ ചെയ്യുന്നു, അങ്ങനെ 2 സിനിമ ചെയ്ത എക്സ്പീരിയൻസാണ് ശരിക്കും പ്രീസ്റ്റ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം പ്ലാൻ ചെയ്തതിനേക്കാളൊക്കെ 7 ദിവസമോ 10 ദിവസം എന്തോ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എൻ്റെ ആദ്യ സിനിമയായതുകൊണ്ട് തന്നെ. അത് വരാതിരിക്കാനുള്ള ശ്രമം ഈ രേഖാചിത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 സിനിമയ്ക്കും പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാൾ ഒരുപാടൊന്നും കൂടിപ്പോയിട്ടുണ്ടായിരുന്നില്ല. 2 സിനിമയും അങ്ങനത്തെ പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് തന്നെയാണ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 സിനിമയിൽ എടുത്ത് നോക്കിയാലും മമ്മൂക്ക ഭയങ്കര ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ എങ്ങനെയാണ് പുള്ളിയായിട്ട് അങ്ങനെ ഒരു റിലേഷൻ അത്രയും? എനിക്ക് തോന്നുന്നു പ്രീസ്റ്റ് ഇറങ്ങിയ സമയത്തും പുള്ളി തന്നെയാണ് പറഞ്ഞത്, ഓക്കെ ഇത് എന്തായാലും നമ്മൾ തിയേറ്ററിൽ തന്നെ ഇറക്കണം, അവൻ്റെ ആദ്യത്തെ സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്ലോസ്നെസ് എങ്ങനെയായിരുന്നു അത്? അല്ല, അങ്ങനെ സിനിമ ചെയ്തിട്ടുള്ള പരിചയമില്ല. അതിന് മുമ്പ് ഈ മൊയൽ മീഡിയ ചെയ്യുന്ന സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ട സമയത്ത് മമ്മൂക്ക വിളിക്കുകയും ഞാൻ മമ്മൂക്കയെ പോയി മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രീസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള പരിചയം തന്നെയാണ് എനിക്ക് മമ്മൂക്കയുടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന ആൾ 2 സിനിമയിലുണ്ട്. അപ്പോൾ അതൊരു മമ്മൂക്കയുടെ അത്രയും അടുത്ത് നിൽക്കുന്ന അത്രയും വേണ്ടപ്പെട്ടാണ് മമ്മൂക്കയ്ക്ക് ആൻഡ്രോ ചേട്ടൻ. അപ്പോൾ ആൻഡ്രോ ചേട്ടന് അത്രയും സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോവുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത്രയുള്ള ബന്ധമായിരുന്നു. ഇനി പുതിയ പ്രോജക്റ്റ് അടുത്ത് തന്നെ ഉണ്ടോ, അതോ അതിൻ്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങി? പ്ലാനിങ് തുടങ്ങി, അതിൻ്റെ എഴുത്ത് തുടങ്ങി. അത് ദീപു പ്രദീപ് എന്ന് പറയുന്ന കുഞ്ഞിരാമായണവും ഗുരുവരമ്പതിൽ ചെയ്ത അവൻ ഒരു കോറേറ്ററായിട്ട് ചെറിയൊരു റോളിൽ പ്രീസ്റ്റിലുണ്ടായിരുന്നു. അവനും ദേവദത്ത് ഷാജി എന്ന് പറയുന്ന ഭീഷ്മപർവ്വത്തിൻ്റെ റൈറ്ററും കൂടിയിട്ട് 2 പേരും കൂടി ചേർന്ന് എഴുതുന്നൊരു സിനിമയാണ് എൻ്റെ അടുത്തത്. അതിൻ്റെ ആർട്ടിസ്റ്റ് കൺഫർമേഷനൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രോ ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരം തീരുമാനങ്ങളായി, അതിൻ്റെ ഒരു കഥയായി, അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു 1 ലൈനൊക്കെ ആയ ശേഷം ഞങ്ങൾ ആർട്ടിസ്റ്റിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ വർക്കിലാണ്. ഇപ്പോൾ ഫിലിം ഇങ്ങനെ ഡ്രീമായിട്ട് കൊണ്ടു നടക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. അപ്പം അവർക്ക് എന്താണ് ജോഫിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ ഒരു ഇത് എന്തായിരിക്കും? അതുപോലെ തന്നെ നമുക്ക് ഇപ്പം എമേർജിങ് ഡയറക്ടേഴ്സിന് അതുപോലെ ഒരു ക്രെഡിബിലിറ്റി, ഒരു ഫിനാൻഷ്യൽസിൻ്റെ അടുത്തൊരു ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ അവർക്കൊരു ക്രെഡിബിലിറ്റി കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പോൾ സിനിമയിലേക്ക് ഞാൻ വന്ന രീതിയിലല്ല, ഞാൻ വന്ന രീതിയിൽ ഞാൻ മാത്രമേ ചിലപ്പോൾ പോകുന്നുണ്ടാവുള്ളൂ. പലരും പല രീതിയിലാണ്. ഞാൻ ഒരുപാട് സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ആകെ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പിന്നെ പഠിച്ചത് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഞാൻ PG ചെയ്തത് എൻ്റെ ഫിലിം മേക്കിങ്ങിലാണ് PG ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഈ മൊയൽ മീഡിയ എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ഫിലിം മേക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് സിനിമയിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഭയങ്കര ഉപദേശം ആയിട്ട് കൊടുക്കാനൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സിനിമയിൽ നിൽക്കുന്ന സമയത്ത് സിനിമ മാത്രം ഒരു വരുമാനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അതിനെ വരുമാന മാർഗ്ഗമായി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെയാണെങ്കിൽ, ഇപ്പം പ്രീസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ഒരുപാട് ഓഫേഴ്സ്, ഒരുപാടൊന്നല്ല 3-4 സിനിമകൾ എനിക്ക് വിത്ത് പ്രൊജക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമ അതിൽ 2 ഓൾറെഡി സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു സിനിമ വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയും ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സിനിമ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അന്ന് എനിക്ക് അത്രയും ഫിനാൻഷ്യൽ അർജൻസി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു സിനിമയെ അങ്ങനെ സാമ്പത്തികമായിട്ട് മാത്രം കാണുന്ന സമയത്ത് ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് സിനിമകൾ ചെയ്യേണ്ടി വരികയും, ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സിനിമ ഇല്ലാത്ത അവസ്ഥ. ഒരു വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമുള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റുകളെ അപേക്ഷിച്ച് 100 കണക്കിന് സംവിധായകരുണ്ട്, 100 കണക്കിന് തിരക്കഥാകൃത്തുക്കളുണ്ട്. അപ്പോൾ ഒരു ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്നൊരു അവസ്ഥയിൽ
സാമ്പത്തികമായിട്ട് മാത്രം സിനിമയെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ ഒരു സിനിമയുടെ പരാജയം കൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത സിനിമ ലഭിക്കാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സിനിമകൾ പരാജയപ്പെടാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര എത്ര ഇഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണെങ്കിലും പരാജയപ്പെടാം. പക്ഷെ അങ്ങനെ പരാജയപ്പെടുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിപ്പോൾ എനിക്കതൊരു പ്രശ്നമായിരിക്കില്ല. ഞാൻ ഇഷ്ടപ്പെട്ട സിനിമ ചെയ്ത് പരാജയപ്പെടുന്നതും സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ഒരു സിനിമ ചെയ്ത് പരാജയപ്പെട്ട് കരിയർ കളയുന്നതിന് എനിക്കങ്ങനെ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമയെ അങ്ങനെ സാമ്പത്തികമായിട്ട് മാത്രം, അതായത് സിനിമേനെ മെയിൻ ഒരു ഇൻകമായിട്ട് മാത്രം കാണാതെ വേറെ എന്തെങ്കിലും കൂടി വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇപ്പം ഇനി നമ്മളുടെ മെയിൻ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കൊരു റാപ്പിഡ് ഫയർ ഉണ്ട്. അപ്പോൾ അധികം ആലോചിക്കാതെ എന്താണോ ജോഫിന് മനസ്സിൽ തോന്നുന്നത് അത് പറയാം. ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത് ആർക്കാണ്? ഐ മീൻ എന്തായിരിക്കും? എനിക്കൊന്ന് വൈഫിന് ഞാൻ ഐഫോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ എനിക്കൊന്ന് ഒരു LVയുടെ ബാഗ് വാങ്ങിക്കൊടുത്തു. ഒരു ലക്ഷറി ഐറ്റം, അത് ഐ കനോട്ട് ലിവ് വിത്തൗട്ട്, ഈ ഒരു ഐറ്റം ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു സാധനം എന്തായിരിക്കും? ഐഫോൺ. മണി റിലേഷൻഷിപ്സിൽ ഫ്രിക്ഷൻസ് കൊണ്ടുവരുമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അത് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷെ എനിക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിനിമ പ്രൊഡക്ഷൻ, നിർമ്മാണം. പ്രൊഡക്ഷൻ. ഓക്കെ. ഇഫ് യു വിൻ ലോട്ടറി, ഇന്നൊരു ലോട്ടറി അടിച്ചാൽ ആദ്യം എന്ത് വാങ്ങിക്കും? ചിലപ്പോൾ സിനിമ നിർമ്മിക്കും. എല്ലാം സിനിമ റിലേറ്റഡ്. സീല് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പോയി വാങ്ങിക്കോ അതോ അങ്ങനെ നോക്കാറില്ല? ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുക? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കുറെ കളയുന്നുണ്ട്. അതാണ് കൂടുതൽ കളയുന്നത് തോന്നുന്നു ഞാൻ. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം ഫ്രണ്ട്സ് ആവാം, ആക്ടേഴ്സ് ആവാം, ആരാണെങ്കിലും അല്ല ഏറ്റവും നന്നായിട്ട് ഓക്കെ ഇന്ന ആൾ ഒരു ലുക്കപ്പ് ഓൺ ചെയ്യുന്ന ഒരാളുണ്ടോ, ഓക്കെ നന്നായിട്ടാണ് അവർ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതെന്ന് തോന്നിയ? മമ്മൂക്ക. അവസാനമായിട്ട് നമ്മൾ ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചോദ്യം കൂടെ. നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ ഇത് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിലും കുറേ ഇൻഫ്ലുവൻസസ് എടുത്തിട്ടുണ്ടാവും, പലതും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ. പക്ഷെ എന്തെങ്കിലും അതിലൊരു ഡിഫറൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ട് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഈ പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ കുറേ പ്രൊഡ്യൂസേഴ്സിനെ കുറേ കാലമായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തിയായിട്ടുള്ള തീരുമാനമില്ല. എനിക്കതിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം കേൾക്കേണ്ടത് ഭയങ്കര രസമുള്ളൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ അങ്ങനെ ഒരു നല്ല സബ്ജക്റ്റ് കേട്ട് അത് അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയാൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അതൊരു ആഗ്രഹമായിട്ട് പറഞ്ഞാണ്, അല്ലാതെ അടുത്തുള്ള തീരുമാനമായിട്ടല്ല, ആഗ്രഹമാണ്. ഇപ്പം പ്രീസ്റ്റ് ഹിറ്റായിരുന്നു, രേഖാചിത്രം ഹിറ്റായിരുന്നു. അപ്പോൾ ഇനി അത് ഒരു കൂടുതൽ പ്രഷറുണ്ടോ? ഇല്ല, ഞാൻ 2 സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് ഓരോ സമയത്തും ഇപ്പോൾ 2 സിനിമ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഇനി എനിക്ക് രേഖാചിത്രത്തെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് വലിയ താല്പര്യമില്ല. രേഖാചിത്രം അത് കഴിഞ്ഞു. ഇനി അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് രേഖാചിത്രത്തിൻ്റെ സംവിധായകൻ എന്നറിയപ്പെടാനല്ല എനിക്ക് താല്പര്യം. എനിക്ക് അടുത്ത സിനിമയെ പറ്റി സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 സിനിമയെ പറ്റിയിട്ടും അങ്ങനെ തലയിൽ വെച്ചിട്ടില്ല. 2 കഴിഞ്ഞു തോന്നി. പ്രീസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഒരു രേഖാചിത്രത്തിന് കുറെ കൂടെ ആളുകൾ അറിഞ്ഞ് തുടങ്ങി എന്ന് തോന്നിയിട്ടുണ്ടോ? അതുണ്ട്. അത് ഈ പറയുന്ന പ്രീസ്റ്റിനേക്കാളും ഉറപ്പായിട്ടും കൂടുതൽ വിജയിച്ച സിനിമ രേഖാചിത്രമാണ്. പ്രീസ്റ്റ് അന്ന് ലാഭം കിട്ടിയ സിനിമയാണ്, പക്ഷെ അതൊരു രേഖാചിത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രേഖാചിത്രത്തിന് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദിസ് ഷോ. വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ കൂടിയായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോഫിൻ. നമ്മൾ ഓരോരുത്തരുടെയും പാഷനിലേക്കുള്ള ജേണി കുറെ കൂടെ എളുപ്പമാവണമെങ്കിൽ സ്ഥിരമായ ഒരു വരുമാന മാർഗം കണ്ടെത്തി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള ഫിനാൻഷ്യൽ സ്റ്റോറീസ് കേൾക്കാനായി ട്യൂൺ ഇൻ ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്.